പട്ടികയും സാധ്യതാ പട്ടികയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്തിന്? യോഗ്യതാ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, പ്രോബബിലിറ്റി ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നിവ എന്താണ്? ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അർഹതാ ലിസ്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരേ യോഗ്യതയുള്ള വിവിധ തസ്തികകളിലേക്ക് പൊതു പ്രാഥമിക പരീക്ഷ നടത്തി ഒരു നിശ്ചിത ശതമാനം മാർക്ക് ലഭിച്ചവരെ ഉൾപ്പെടുത്തി മുഖ്യ പരീക്ഷ അഥവാ മെയിൻ പരീക്ഷ എഴുതുന്നതിനായി പ്രസിദ്ധീകരിക്കുന്നതാണ് അർഹതാ ലിസ്റ്റ്. എലിജിബിലിറ്റി ലിസ്റ്റ്: 10ാം തരം +2 ബിരുദതല യോഗ്യതകളുടെ പൊതു പ്രാഥമിക പരീക്ഷയ്ക്കു ശേഷം സാധാരണയായി അർഹതാ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അർഹതാ ലിസ്റ്റിനൊപ്പം സാധാരണ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാവാറില്ല. മതിയായ വിവരണ വിഭാഗക്കാരെ കൂടി അർഹതാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഒന്നിലധികമോ തസ്തികകളിലേക്കുള്ള മുഖ്യ പരീക്ഷ എഴുതുവാൻ അവസരം ലഭിക്കും. അർഹതാ ലിസ്റ്റിലുള്ളവർക്ക് മുഖ്യ പരീക്ഷ എഴുതാമെന്നല്ലാതെ നിയമനത്തിൽ മറ്റ് പരിഗണന ലഭിക്കില്ല. ഈ ലിസ്റ്റിലെ മാർക്ക് മറ്റൊന്നിനും മാനദണ്ഡമാവില്ല. ഇനി അടുത്തതായിട്ട് സാധ്യതാ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷമുള്ള മുഖ്യ പരീക്ഷയുടെയോ OMR ഓൺലൈൻ ഒറ്റ ഘട്ട പരീക്ഷയുടെയോ അടിസ്ഥാനത്തിൽ നിശ്ചിത ശതമാനം മാർക്ക് ലഭിച്ചവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് സാധ്യതാ ലിസ്റ്റ് അഥവാ പ്രോബബിലിറ്റി ലിസ്റ്റ്. ഇതിന് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകും. സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രമാണ പരിശോധന പൂർത്തിയാക്കി യോഗ്യരെ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ചുരുക്കപ്പട്ടികയാണ് ഷോർട്ട് ലിസ്റ്റ്. എഴുത്ത്, OMR ഓൺലൈൻ OSM പരീക്ഷയ്ക്ക് ശേഷം നിശ്ചിത മാർക്ക് ലഭിച്ചവരെ മുഖ്യ പട്ടികയിലും സാമുദായിക സംവരണത്തിനായിട്ട് മാർക്ക് തോത് താഴ്ത്തി പട്ടികയിലും ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അഥവാ സപ്ലി ലിസ്റ്റ്. ചുരുക്കപ്പട്ടിക: ഇതിനും മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകും. ചുരുക്കപ്പട്ടികയിലുള്ളവർക്ക് ഇൻ്റർവ്യൂ, പ്രായോഗിക പരീക്ഷ, കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാം. ചുരുക്കപ്പട്ടികയിൽ നേടിയ മാർക്കിൻ്റെ കൂടെ അതിൻ്റെ മാർക്ക് കൂടി ചേർത്താണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റാണ്. നിയമനത്തിനായിട്ട് പരിഗണിക്കുന്നവരെ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയാണ് റാങ്ക് ലിസ്റ്റ്. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷവും ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഇൻ്റർവ്യൂ, പ്രായോഗിക പരീക്ഷ, ഡിക്റ്റേഷൻ ടെസ്റ്റ്, കായികക്ഷമതാ പരീക്ഷ, പ്രമാണ പരിശോധന എന്നിവയ്ക്ക് ശേഷവുമാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ക്രമത്തിൽ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ റൊട്ടേഷൻ പാലിച്ച് നിയമനത്തിന് ശുപാർശ ചെയ്യും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന കാരണത്താൽ എല്ലാവർക്കും നിയമനം ലഭിക്കണമെന്നില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റ്: ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നിങ്ങനെ 2 പാർട്ടുണ്ടാകും. അപ്പോൾ മുഖ്യ പട്ടികയിൽ നിശ്ചിത ശതമാനം മാർക്ക് അഥവാ കട്ട് ഓഫ് മാർക്ക് നേടിയവരെയാണ് ഉൾപ്പെടുത്തുക. കട്ട് ഓഫ് മാർക്കിൻ്റെ ഇളവ് വരുത്തി പട്ടികജാതി, പട്ടികവർഗം, ഇഴവ, മാപ്പിള, LC, AI, OBC, വിശ്വകർമ്മ, CIUC, നാടാർ, ധീവര, ഹിന്ദു നാടാർ മുതലായ വിഭാഗക്കാരെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ഉപപട്ടിക. നിയമനത്തിന് അർഹരായ സംവരണ വിഭാഗക്കാർ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതത് വിഭാഗക്കാർക്കുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നുള്ളവരെയാണ് റാങ്ക് ക്രമത്തിൽ നിയമനത്തിന് പരിഗണിക്കുക. എന്നാൽ മുഖ്യ പട്ടികയിലെ മുഴുവൻ പേരെയും ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് റദ്ദാകും. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ അവസരത്തിൽ ബാധകമാകുകയില്ല. അപ്പം ഇത്രയുമാണ് റാങ്ക് ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ്, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.